Hi, good morning. Welcome to my channel. ഇന്ന് ഡേറ്റ് 6/8/2025, സമയം 5:25 AM. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ്. 20ഓളം ആൾക്കാർ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ഡിപ്രഷനുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ദെൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓൾറെഡി ലേറ്റായി, 2 ദിവസമായില്ല ബിഗ് ബോസ് തുടങ്ങിയിട്ട്. നമുക്ക് ടൈം കിട്ടുന്നില്ല, തിരക്കായിപ്പോയി. ഇപ്പോൾ ടൈം കിട്ടിയത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 20 ആൾക്കാർ പരിചയപ്പെടാം. ഫസ്റ്റ് അവരുടെ പേര് നോക്കാം. ദെൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ഇൻട്രൊഡക്ഷൻ, ഏജ് ഒക്കെ പറയാം. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ അനീഷ്, അനുമോൾ, ആര്യൻ, കലാഭവൻ സരിക, അക്ബർ, RJ ബിൻസി, ഒനിയൽ, ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ, അഭിലാഷ്, റന ഫാത്തിമ, മുൻഷി രഞ്ജിത്ത്, ഗിസേൽ തക്രാൽ, സരിക KB, ഷാനവാസ്, നവീൻ, നൂറ ആൻഡ് ആദില, അഡ്വക്കേറ്റ് ഷൈത്യ സന്തോഷ്, രേണു സുധി, അപ്പാനി ശരത്. ഇത്ര ആൾക്കാരാണ്. ടോട്ടൽ 20 ഉണ്ട്. നൂറ ആൻഡ് ആദില ഒന്നിച്ചുള്ളത്. അതുകൊണ്ട് 19 ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈജി ഫ്യൂച്ചറാണ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ് ഉള്ളത്. ഇത് കാസർഗോഡ് ഞാൻ ആസിഫ് അലി മൈജി ഫ്യൂച്ചർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇത് ഹോട്ട്സ്റ്റാറിൽ 24/7 ലഭിക്കും. ജിയോ ഹോട്ട്സ്റ്റാറിൽ. TV-ലാണെങ്കിൽ 9:30 തോന്നുന്നു, 9:30ക്ക് ഏഷ്യനെറ്റിൽ ഉള്ളത്. സൺഡേ സാറ്റർഡേ 9 PM തോന്നുന്നു. TV-യില്ലാത്തതുകൊണ്ട് അറിയില്ല. ഫസ്റ്റ് ഇൻട്രോ ഇത് കൊടുക്കുന്നുള്ളത് റെനീഷ ആണ്. ഫസ്റ്റ് പണിയായിട്ട് വരുന്നത് റെനീഷ അല്ല, അതേന്നുന്നു. ദെൻ ഇത്ര ആൾക്കാർ ഉള്ളത്. അവരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അവരോട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒരു 8 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഏതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. എല്ലാവരും അതിനാണ് ആൻസർ പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റാപ്പിഡ് റിവീൽ, രണ്ടാമത്തത് BB സൈറൻ അടിച്ചാലും ചെയ്യില്ല എന്ന് പറയുന്ന ഒന്ന്. അതായത് കളി തുടങ്ങിയാൽ മത്സരാർത്ഥികൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്ന സംഭവം എന്താണ്? അതായത് എല്ലാവരും പറയുന്നത് എത്ര പ്രൊവോക്ക് ചെയ്താലും നമ്മൾ ഫിസിക്കലായിട്ടൊന്നും ചെയ്യില്ല, ഫിസിക്കൽ അസോൾട്ടൊന്നും ചെയ്യില്ല എന്നെല്ലാവരും പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് വേക്കപ്പ് ഡാൻസ് ഓർ കൂർക്കം വലി. അതായത് ഫസ്റ്റ് വേക്കപ്പ് ടൈമിൽ സോങ് ഇടുന്നുണ്ടല്ലോ, ആ സോങ്ങിന് ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ കൂർക്കം വലിച്ച് ഉറങ്ങുമെന്നാണ്. കൂടുതൽ പേരും എന്താ പറയുന്നത്, ഡാൻസിനോടാണ് കൂടുതൽ പേർക്കും താല്പര്യം. അത് 2-3 പേര് ഉറങ്ങിപ്പോകുമെന്ന് പറയുന്നുണ്ട്. ഉറക്ക് കൂടുതലുള്ളവരായിരിക്കാം. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവർ സിഗ്നേച്ചർ ഡയലോഗ്. ഒരു ഡയലോഗ് ഉണ്ടാവും, ആ ഡയലോഗ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ അഞ്ചാമത്തത് യുവർ ക്യാപ്റ്റൻ ടാഗ് ലൈൻ, ക്യാപ്റ്റൻ ആയാലുള്ള ടാഗ് ലൈൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്വാസം കിട്ടുന്നില്ല കേട്ടോ, ശ്വാസത്തിന് പ്രശ്നമുണ്ട്. ശ്വാസം എടുക്കുമ്പോൾ ഗ്ലാസ്സിലേക്ക് ഇത് വരുന്നുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാമറ സ്പേസ് ഓർ ക്വാളിറ്റി കണ്ടൻറ്റ്. കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നത് ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ സ്പേസ് കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് 7th വൺ ഫെയിം ഓർ മണി. കുറേ ആൾ പറയുന്നത് ഫെയിമിന് വേണ്ടിയിട്ട് വന്നതാണ്, കുറേ ആൾ പറയുന്നത് മണിക്ക് വേണ്ടിയിട്ട് വന്നതാണ്, കുറേ ആൾ പറയുന്നത് ബോത്ത് അല്ലെങ്കിൽ രണ്ടുമല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതെന്നും പറയുന്നവരുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ യുവർ എക്സിറ്റ് ടൈറ്റിൽ ടാഗ് ലൈൻ. അതായത്
ഔട്ടായിട്ട് പുറത്ത് പോകുമ്പോൾ ഏത് സോങ് ഇടാനാണ് താല്പര്യപ്പെടുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിനി ഓരോരാളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് വൺ, അത് കുറേ ഉണ്ടല്ലേ. ഫസ്റ്റ് വൺ അനീഷ് ടി എ. അനീഷ് ടി എന്ന് പറയുന്നത് എവിടെ വെക്കും, ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എനിക്കെല്ലാം മറന്നു പോകും. അനീഷ് ടി എ, അനീഷ് ടി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 13 ജൂലൈ 1987. ഇപ്പോൾ 38 വയസ്സായിട്ടുണ്ട്. അയാളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ആരുടെ മുന്നിലും ഞാൻ തല കുനിക്കില്ല. അദ്ദേഹം ഒരു റൈറ്ററാണ്, വ്ളോഗറാണ്. അനീഷ് ടി എന്ന് പറയുന്നത് റൈറ്റർ ആൻഡ് വ്ളോഗറാണ്. അദ്ദേഹം വന്നിട്ടുള്ളത് ഫെയിമിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മോട്ടീവ് ക്വാളിറ്റി കണ്ടൻറ്റ് ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കുന്ന അയാൾ പറയുന്നുള്ളത്. നെക്സ്റ്റ് വൺ അനുമോൾ, ടെലിവിഷൻ താരമാണ് അനുമോൾ, എല്ലാവർക്കും അറിയായിരിക്കും. അനീഷ് ടി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അനുമോൾ ടെലിവിഷൻ താരം. അനുമോൾക്ക് 30 വയസ്സായിട്ടുണ്ട്. 24 ഏപ്രിൽ 1995 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. അദ്ദേഹം എന്താണ് ഈ വർഷത്തെ പെർഫെക്റ്റ് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിക്കുന്നു പറയുന്നുണ്ട്. പിന്നെന്താ, ടൈം മണി, ഫെയിമിനും മണിക്കും വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെന്താ എക്സ്പീരിയൻസ്, ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അനുമോൾ വന്നിരിക്കുന്നത്. മൂന്നാമത്തത് ആര്യൻ കത്തൂരിയ, ഫുൾ നെയിം ആര്യൻ കത്തൂരിയ എന്നുള്ളതാണ്. ആര്യൻ കത്തൂരിയ ഈസ് എ മോഡൽ ഓർ ആക്ടർ, നടനാണ്, ആര്യൻ കത്തൂരിയ. അവർ ജനിച്ചത് 4th May 1999, 26 ഇയേഴ്സ്, 26 വയസ്സായിട്ടുണ്ട്. പിന്നെ എന്താണ്, സ്റ്റൈലിഷ് ആൻഡ് ഡാഷിങ് ആര്യൻ എന്നാണ് ഒരു കോഴ്സ് പറയുന്നത്. പിന്നെന്താ, ഗോ ബിഗ് ഗോ ഹോം, ഫുൾ ഓൺ ആറ്റിറ്റ്യൂഡ് ആര്യൻ. ഓക്കെ, ക്വാളിറ്റി കണ്ടൻറ്റ്, ബോത്ത് മണി ആൻഡ് ഫെയിം, പെർസ്പെക്റ്റീവ്. ഓക്കെ, ദെൻ കലാഭവൻ സരിക. ഓക്കെ, ഷീ ഈസ് ഓൾസോ എ സിനിമ ആക്ട്രസ്, സിനിമ താരമാണ് കലാഭവൻ സരിക. നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. കളത്തിൽ ഇനി ഞാനും എന്നാണ് ടാഗ് ലൈൻ. കളത്തിൽ ഇനി ഞാനും എന്നതാണ് അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ത്, ഹിയർ കംസ് ദ കോമഡി ക്യാപ്റ്റൻ ഓഫ് ബി ഹൗസ്. ബി ഹൗസിലെ കോമഡി ക്യാപ്റ്റൻ ആയിരിക്കും ആര്, കലാഭവൻ സരിക. മെയിനായിട്ട് എന്താ, കോമഡി, ചിരി കോമഡിയാണ് സരിക. ഓക്കെ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാനും കോമഡി പറയാനാണ് കലാഭവൻ സരിക ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ഫോർ പറഞ്ഞല്ലേ, അനീഷ്, അനുമോൾ, ആര്യൻ, കലാഭവൻ സരിക. ഫിഫ്ത്ത് വൺ അക്ബർ ഖാൻ. ഹിസ് എ സിംഗർ, ഒരു ഗായകനാണ്, പാട്ടുകാരനാണ്. 31 വയസ്സായി. 11 May 1994 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. ദ അൺപ്രഡിക്റ്റബിൾ ക്യാപ്റ്റൻ ഹിസ് ഹിയർ, ക്വാളിറ്റി കണ്ടൻറ്റ്, ഫെയിം ആൻഡ് മണി ബോത്ത്. ഇതൊക്കെയാണ് അക്ബർ ഖാൻ. ദെൻ RJ ബിൻസി, ഞാൻ ഇങ്ങനെയാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നു, നോട്ട് മണി ഓർ ഫെയിം. ഓക്കെ, റേഡിയോ, ഡേറ്റ് ഓഫ് ബർത്ത് 8 October 1999, 25 വയസ്സായി. റേഡിയോ ജോക്കി, ബിൻസി എന്ന് പറഞ്ഞാൽ റേഡിയോ ജോക്കിയാണ്. മണിക്കും ഫെയിമിനൊന്നല്ല വന്നത്, ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RJ ബിൻസി വന്നത്. ഓക്കെ, ടാഗ്ലൈൻ ഞാൻ ഇങ്ങനെയാണ്, ഫുൾ പവർ വൈബ്, ക്വാളിറ്റി കണ്ടൻറ്റ്, നോട്ട് മണി ഓർ ഫെയിം, എക്സ്പീരിയൻസ് ബിഗ് ബോസ്. ഓക്കെ, നെക്സ്റ്റ് ഓനിയൽ സാബു, ഇസ് എ ഫുഡ് വ്ളോഗർ. അദ്ദേഹം ഒരു ഫുഡ് വ്ളോഗറാണ്. 36 years old. Date of birth 26 December 1988. He is a cool buddy onion. അതാണ് ഒരു കോഴ്സിൽ പറയുന്നത്, കൂൾ ബഡി ഒനിയൻ.
കൂൾ ക്വാളിറ്റി കണ്ടൻറ്റ് ബോത്ത് മണി ആൻഡ് ഫെയിം. കൂളാണ്, ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കും. ബോത്ത് മണിക്കും ഫെയിമിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ഓക്കെ. ആൻഡ് ദെൻ 8th one, Dr. Binny Sebastian is also a serial actress, 28 years old. 28 years old. Pretty Woman Binny 26 മാർച്ച് 1998 ആണ്. 26 മാർച്ചാണ് 1998. പ്രിറ്റി വുമൺ ബിന്നി. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഇത് ബിന്നിയുടെ ഉറപ്പ്. അതാണ് അവർ കോഡ്സ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഇത് ബിന്നിയുടെ ഉറപ്പ്. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കും. പിന്നെ ബോത്ത് ഫെയിം ആൻഡ് മണി. ഓക്കെ, അപ്പോൾ അതാണ് 8 ആളായില്ലേ. ഓക്കെ.